ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റിച്ച് ചെയ്ത ധാവണിയുടെ സ്കർട്ടിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലൈനിങ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോൾഡഡ് ആയാലും ഓപ്പൺ ആയാലും കുഴപ്പമില്ല. ഇത് ബാക്ക് സൈഡാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുകയാണ്. നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറഞ്ഞാൽ 14 ഇഞ്ചാണ്. ഞാൻ 14 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ലൈനായിട്ട് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യുകയാണ്. നെക്കിൻ്റെ അളവ് ഞാനിവിടെ കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഷോൾഡർ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ആം ഹോളിൻ്റെ ലെങ്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ രണ്ട് ലൈനുകളും തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യാം. ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാനായിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി നമുക്ക് ആ ഒരു ലൈനിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. നമ്മുടെ ചെസ്റ്റ് 32 ആണ്. 32ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടും. അപ്പോൾ 36. 36ൻ്റെ 4 എന്ന് പറയുമ്പോൾ 9 വരുന്നത്. ആ 9 അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ നമ്മൾ 7.5 മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 15 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 7.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ലൂസൊന്നും കൂട്ടുന്നില്ല. എന്നിട്ട് ആ രണ്ട് ലൈനും കൂടെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പും അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ടത് ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് അതൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. നമ്മളിവിടെ ഒരു വി നെക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒരു വി നെക്ക് ഒരു ചെറിയൊരു കർവ് കൊടുത്ത് വരച്ചെടുക്കുക. കറക്റ്റ് വി പോലെ വരയ്ക്കാതെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹുക്കും ഐയും പിടിപ്പിക്കാനായിട്ടാണ് അങ്ങനെ 2 പീസായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് സൈഡാണിത്. ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ബാക്ക് സൈഡ് എടുത്തിട്ട് അതുപോലെ തന്നെ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഫ്രണ്ടിൻ്റെ ലൈനിങ്ങാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഫോൾഡഡ് സൈഡിലേക്ക് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേ അളവിൽ തന്നെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് തയ്യൽ തുമ്പും കൂടെ ചേർക്കാനുണ്ട്. അത് രണ്ടാമത് പറഞ്ഞു തരാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്ത് ഇതിൽ നെക്ക് മാത്രമാണ് നമ്മൾ വരയ്ക്കാത്തതുള്ളൂ. നെക്ക് ഞാനിവിടെ ഒരു റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് നെക്ക് വരയ്ക്കാത്തത്. നിങ്ങൾക്ക് ആ വി ഷേപ്പ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ആ നെക്ക് തന്നെ വരച്ചെടുക്കുക. ബാക്ക് സൈഡിൽ നെക്ക് തന്നെ വരച്ചെടുക്കുക. ഞാനിവിടെ ഫ്രണ്ടിൽ ഒരു 6 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം അതൊന്ന് ഒരു ബോക്സ് പോലെ വരച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കാം. റൗണ്ട് നെക്കാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൽ റൗണ്ടും ബാക്കിൽ വി നെക്കുമാണ് വരയ്ക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ചൊന്ന് കുഴിച്ചു വെട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മളവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആം ഹോൾ ഒന്ന് ഷേപ്പ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ബോക്സ് പോലെ വരയ്ക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ബോക്സ് പോലെ വരച്ചതിന് ശേഷമാണല്ലോ ആം ഹോൾ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തയ്യൽ തുമ്പും കൂടെ ഇവിടെ ഫ്രണ്ട് സൈഡിൽ കൂടുതലായിട്ട് ഇടണം. മുകളിൽ 1 ഇഞ്ചും താഴ്ഭാഗത്തായിട്ട് ഞാനൊരു 2 ഇഞ്ച് ഇടുന്നുണ്ട്. 2 ഇഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ഇഞ്ചിൻ്റെ ടക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് നമ്മളവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഒരു 2 ഇഞ്ച്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ സൈഡിൽ ഒരു 2 ഇഞ്ച് ഇടുന്നത്. ഇനി നമ്മൾ താഴെയായിട്ട് ഒരു 1 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിൻസസ് കട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുമല്ലോ. കട്ട് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ഫ്രണ്ടിലത്തെ പീസ്, അതായത് നടുക്കുള്ള പീസിന് ഇറക്കം കൂടുതലും ബാക്കിയുള്ള സൈഡിൽ 2 പീസിന് ഇറക്കം കുറവുമായിരിക്കും. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് ബാലൻസ് ചെയ്യാനായിട്ടാണ്. കറക്റ്റായിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടെ കട്ട് ചെയ്ത് മാറ്റും കറക്റ്റ് ലെങ്ത്തിൽ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഒരു 1 ഇഞ്ചും കൂടെ താഴെ കൂട്ടിയിടുന്നത്. അപ്പോൾ സൈഡിൽ 1 ഇഞ്ചും മുകളിലായിട്ട് 1 ഇഞ്ചും
സൈഡിൽ താഴെയായിട്ട് 2 ഇഞ്ചും ഏറ്റവും താഴെയായിട്ട് 1 ഇഞ്ചുമാണ് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് ലൈൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ കറക്റ്റ് ആ ഒരു ബ്രസ്റ്റ് പോയിൻറ്റിലൊന്ന് മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു 9.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ബ്രസ്റ്റുകളും തമ്മിലുള്ള ആ ഒരു പോയിൻറ്റുകൾ തമ്മിലുള്ള അകലം അത് 8 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പകുതി ഒരു 4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് വരുന്ന ലൈനും സൈഡിൽ നിന്ന് വരുന്ന ലൈനും ഒരേപോലെ വരണം, ഒരേ ഒരു പോയിൻറ്റിൽ വരണം. എന്നിട്ട് നേരെ താഴേക്ക് ആ 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് നേരെ താഴേക്കൊന്ന് വരച്ചെടുക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. മുകളിൽ നിന്ന് നമ്മളൊരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിൻറ്റും സൈഡിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണ പോയിൻറ്റും തമ്മിൽ യോജിച്ച് വരുന്ന സ്ഥലത്ത് നിന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ 2 സൈഡിലേക്ക് നമ്മൾ ഓരോ ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ചാണ് ടോട്ടൽ നമുക്ക് ടക്കായിട്ട് അവിടെ കട്ട് ചെയ്ത് പോകുന്നത്. നമ്മളത് കട്ട് ചെയ്ത് കളയുകയാണ്, മടക്കി അടിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ എക്സ്ട്രാ റൈറ്റ് സൈഡിൽ കുറച്ച് 2 ഇഞ്ച് നമ്മൾ കൂടുതലിട്ടില്ല തയ്യൽ തുമ്പ് അത്. അപ്പോൾ ഈ ടക്ക് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ അവിടെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ആ ഒരു പോയിൻറ്റിൽ നിന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ അങ്ങോട്ടേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അതിനാണ് ഞാൻ ആം ഹോൾ ആദ്യം ഇങ്ങനെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇതാണ് പ്രിൻസസ് ലൈൻ എന്ന് പറയുന്നത്. കറക്റ്റ് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഷേപ്പ് വരുന്നത് കണ്ടോ സൈഡിൽ, അങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇത്രയും സംഭവമേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം ആ ട്രയാങ്കിൾ താഴത്തെ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, അത് മാറ്റി. ഇനി നമുക്ക് ആ മുകളിലേക്കുള്ളതും കൂടെ കട്ട് ചെയ്യാം. അതിൻ്റെ ആം ഹോളിൻ്റെ അവിടെ നമ്മളൊരു 4 ഇഞ്ച് 2 സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് പോകുന്ന ലൈനില്ലേ, അതിൻ്റെ 2 സൈഡിൽ നിന്നും നമ്മളൊരു 4 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ സാധാരണ ബ്ലൗസ് തയ്ക്കണമായാലും അവിടെ നമുക്കൊരു ടക്ക് വരുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ടക്ക് വരുന്നത് കട്ട് ചെയ്ത് മാറ്റുന്നു എന്നുള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും ആ ഒരു 4 ഇഞ്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാനിതൊന്ന് നിവർത്തി കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് 3 പീസാണ് വരുന്നത്. നടുക്കുള്ള ഈ പീസും സൈഡിലുള്ള ഈ 2 പീസും. സൈഡിലുള്ള പീസ് ഇങ്ങനെ പിടിപ്പിച്ച് വരുമ്പോൾ ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. അതിനായിട്ടാണ് നമ്മൾ 1 ഇഞ്ചും കൂടെ കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് പീസ് വരുന്നത്. ബാക്ക് പീസ് നമ്മൾ നോർമലായിട്ട് സാധാരണ പോലെ വരും. ഇനി നമുക്ക് ഇതെല്ലാ പീസുകളും മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ നടുക്കുള്ള പീസാണ്. ഫ്രണ്ട് സൈഡിൽ നടുക്കുള്ള പീസാണ് വരുന്നത്. എല്ലാം ഈ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് ഏതാ മെയിൻ പീസ് ഏതാണെന്ന് കണ്ടാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ മെയിൻ പീസിൻ്റെ അടിയിൽ ലൈനിങ് ഇതുപോലെ വെക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല പീസിൻ്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട്, ലൈനിങ് നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് അടിക്കുന്നത്. എന്നിട്ട് അരിക് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. നമ്മളിവിടെ ലൈനിങ് ആണ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ പീസ് നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നെക്കും ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഷോൾഡറും എല്ലാം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സൈഡിൽ തയ്യൽ തുമ്പ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക. ഇതുപോലെ നമ്മളെല്ലാ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 2 സൈഡിലുള്ള പീസും തിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സൈഡിലുള്ള പീസും അതുപോലെ തന്നെ ബാക്കിലത്തെ പീസും ഇതുപോലെ ലൈനിങ് താഴെ വെച്ചിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡിലത്തെ ഉള്ള പീസ് ഉണ്ടല്ലോ, സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ പീസ് 2 പീസ് ഉണ്ടല്ലോ, അതിലൊരു പീസ് എടുത്തിട്ട് ആ കർവ് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗമാണ് ഇവിടെ യോജിപ്പിച്ച് വെക്കേണ്ടത്. ഒരു ഭാഗം സ്ട്രെയിറ്റും ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള പീസുകളാണ് 2 എണ്ണം ഉള്ളത്. അതിൽ ആ വളഞ്ഞിരിക്കുന്ന പീസ് നമ്മൾ ഈ ഒരു കുർത്തിയോട് യോജിപ്പിച്ച് വയ്ക്കുക. നമ്മളൊരു 1/2 ഇഞ്ചാണ് അവിടെ തയ്യൽ തുമ്പ് ഇട്ടേക്കണേ. 1/2 ഇഞ്ച് നമ്മൾ അതിനോട് കൂടി യോജിപ്പിച്ച് വയ്ക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ
താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി, വലിച്ച് പിടിക്കരുത്. വലിച്ച് പിടിച്ചാൽ അത് അതിൻ്റെ ആ ഒരു ഷേപ്പേ മാറിപ്പോവും. അപ്പോൾ വലിച്ച് പിടിക്കാതെ പതുക്കെ ആ ഒരു കർവൊക്കെ വളഞ്ഞു വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ താഴ്ഭാഗം കുറച്ച് ഇറങ്ങി വരുമെന്ന് പറഞ്ഞില്ലേ, ഒരു ഏറ്റക്കുറച്ചിലുകൾ വരില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് മാറ്റണം. അത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നമ്മൾ ലാസ്റ്റ് 2 പീസും കൂടെ യോജിപ്പിച്ച് ഷോൾഡറെല്ലാം യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഒപ്പം വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ ലെങ്ത്ത് വെച്ചതിന് ശേഷം ബാക്കി ഒരു 1/2 ഇഞ്ചും കൂടെ ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഷോൾഡർ രണ്ടും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൽ നമ്മൾ 3.5 ഇഞ്ചാണല്ലോ കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കൃത്യമായിട്ടത് കട്ട് ചെയ്ത് വയ്ക്കുക കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ശരിക്കും പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കപ്പ് വെച്ചിട്ടൊക്കെ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കപ്പ് വയ്ക്കുന്നത് കാണിക്കുന്നില്ല. ഇതിൽ ഞാൻ കപ്പ് വയ്ക്കുന്നില്ല. കപ്പ് വയ്ക്കുന്ന വീഡിയോ നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോവും. അതുപോലെ സ്ലീവിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്, പഫ് സ്ലീവ്. അപ്പോൾ ഇതിൽ ഞാൻ വയ്ക്കുന്ന സ്ലീവ് എന്ന് പറഞ്ഞാൽ പഫ് സ്ലീവ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ താഴേക്ക് വയ്ക്കുന്ന പടിക്ക് കുറച്ച് വിഡ്ത്തുണ്ടെന്ന് മാത്രം. നല്ല വീതിക്കുള്ള ഒരു സ്ലീവാണ്. താഴേക്ക് വരുന്തോറും ആ പടി വരുന്നത് നല്ല വീതിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ലീവാണ് കേട്ടോ വയ്ക്കുന്നത്. പട്ടുപാവാടയുടെ ബ്ലൗസിനും ഒക്കെ ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം നമ്മൾ 2 സൈഡിൽ സ്ലീവ് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഒരുമിച്ച് വെച്ച് നോക്കുക, ഒരേപോലെ വെച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റ് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിനേക്കാൾ ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതൽ എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മളിത് കട്ട് ചെയ്തെല്ലാം ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പടിയാണ് വെച്ച് കൊടുക്കുന്നത്. പടി എന്ന് പറയുമ്പോൾ നമ്മളൊരു 2 ഇഞ്ച് വിട്ടുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. നീളം ആ ഒരു താഴത്തെ ആ ഭാഗത്തിൻ്റെ നീളം തന്നെ എടുക്കുക. അതിന് ശേഷം അതൊന്ന് 2ആയിട്ട് മടക്കി താഴെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഫ്രണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച്, നമ്മൾ 1/2 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കൊടുത്തേക്കണേ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നമ്മൾ ഹുക്കും ഐയും പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ 2 ഇഞ്ചിൻ്റെ 2 പീസുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ വെക്കുന്ന പീസാണ് ഹുക്ക് വെക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ വെക്കുന്ന പീസിലാണ് ഹുക്ക് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് 2ആയിട്ട് നീളത്തിൽ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് അടിച്ചാലും മതി. എന്നിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു പീസിൽ നമ്മൾ നല്ല വശത്ത് വെച്ച് അടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഫുള്ളായിട്ട് മറച്ചിട്ടിട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് മുകളിൽ നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ താഴെയും 1/2 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊന്ന് പതിച്ചടിച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെയാണ് നമ്മൾ ഹുക്ക് വയ്ക്കുന്നത്. ഇനി ഐ വയ്ക്കുന്നത് ഇതുപോലെ തന്നെയാണ്. 2 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തിട്ട് ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഹുക്കും ഐയും പിടിപ്പിക്കാൻ അറിയാൻ പാടില്ലാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അളവ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.